സ്റ്റേഷന് മുൻപാണ് ഞങ്ങൾ അറിഞ്ഞത്. അതായത് ഫോണും പോയി, കുറച്ച് പൈസയും പോയിട്ടുണ്ട്, കുറച്ച് സ്വർണ്ണം പോയി തോന്നുന്നു അല്ലേ? മാലയാണോ പോയത്? അല്ല, മാല ഒന്നും ഉണ്ടായില്ല. അതിന്റെ ചെറിയ സ്റ്റഡ്സ് ആണ് 2-3 ഉണ്ടായിരുന്നത്. പിന്നെ പേളിന്റെ കുറെ 2-3 അതെല്ലാം വില കുറഞ്ഞത്, വളരെ വില കുറഞ്ഞ പിന്നെ വൈറ്റ് സ്റ്റഡ്സ് പെട്ടെന്ന് പോയാൽ. ഫോണ് മാത്രമല്ല, ഫോണും പിന്നെ എന്റെ എല്ലാ ഐഡന്റിറ്റി കാർഡ്, ബാങ്ക് കാർഡ്, മറ്റേ പാർലമെന്റ് കാർഡ്, മിനിസ്റ്റേഴ്സ് ഐഡന്റിറ്റി കാർഡ്, ലോക്സഭ ഐഡന്റിറ്റി കാർഡ്, പിന്നെ ബാങ്ക് കാർഡ്, ആധാർ കാർഡ്, വോട്ടിംഗ് ഐഡന്റിറ്റി കാർഡ്, എല്ലാ കാർഡും വാല്യുബിൾ ആയിട്ടുള്ള എന്റെ എല്ലാ. ഇല്ല, ഡ്രസ്സ് ബാഗ് കുറുന്തോട്ടിക്കും വാതു അവസ്ഥ എന്തായാലേ. നാടൊക്കെ ഭരിക്കുന്ന അല്ലെങ്കിൽ മെയിൻ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? പിന്നെ ഇത് തീവ്രത കുറഞ്ഞൊരു മോഷണമായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് നടന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ തീവ്രത കുറയുന്നാണല്ലോ ചില പക്ഷം. എന്തായാലും തീവ്രത കുറഞ്ഞതിനകത്ത് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സംഭവമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു അവയർനെസ് ആയിക്കോട്ടെ. നമ്മൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും നമ്മുടെ വാല്യുബിൾസ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കയ്യിലേക്കോ കാലിലേക്കൊക്കെ ലോക്ക് ചെയ്തൊക്കെ വെക്കുക. അല്ലെങ്കിൽ പലപ്പോഴും ട്രെയിൻ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ എടുത്തിട്ട് പോകാം. ഇപ്പോൾ വിൻഡോ തുറന്നിട്ടേക്കാണെങ്കിൽ അതായത് സ്റ്റേഷൻ എത്തുമ്പോൾ ആൾക്കാർ എടുത്തിട്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെ പലതും നടക്കാറുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ നോക്കുക. കഴിയുന്നതും അത് തലയുടെ അടിയിൽ വെക്കുക. ഒരു അനക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ തലയുടെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കാൻ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിൽ വെക്കുക. പോക്കറ്റിൽ നിന്ന് വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ടീംസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക. ബിക്കോസ് ഇത്രയും വലിയ ആൾക്കാർക്ക്, അതായത് നാട്ടുകാരുടെ കാശാണ് ഈ പോയതെങ്കിലും അല്ലെ, വാല്യുബിൾസ് കുറേ ഉണ്ട്. അതായത് കാർഡുകൾ, പാർലമെന്റ് കാർഡ്, ബാങ്ക് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എല്ലാ കാർഡുകളും പോയി, ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ ഇനി ഒന്നേന്ന് തുടങ്ങണ്ടേ. അപ്പോൾ നമ്മുടെ പോയാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും യാത്രയിൽ സൂക്ഷിക്കുക.